ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ മീനാക്ഷി കുട്ടിയാണ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ഒരു വലിയ വിശേഷം നടക്കാൻ പോകുന്ന ഒരു സിനിമ റിലീസിന് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ സിനിമയെ പറ്റി സംസാരിക്കാം. അപ്പൊ സൂപ്പർ ജിംനി, ആ സിനിമയത്തെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? അതെ, സൂപ്പർ ജിംനിയിൽ ഇപ്പൊ ഒരു സെൻട്രൽ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു നാട്ടും പ്രദേശം ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഡ്രഗ് അബ്യൂസിനൊക്കെ എതിരെയായിട്ടും ഒക്കെ ഉള്ളൊരു ഇപ്പോൾ ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഒരു ഫാമിലി മൂവിയാണ്. ഇപ്പോൾ മീനാക്ഷി പൊതുവെ ചെയ്യുന്ന ക്യാരക്ടർ ഭയങ്കര ഇന്നസെന്റ് ക്യാരക്ടർ ആയിരിക്കും, പാവം കുറ്റി. പിന്നെ ഒന്നാമത് കൂടുതലും ചൈൽഡായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണല്ലോ ചെയ്യുന്നത്. അപ്പോ പാവം കുഞ്ഞ് ഒന്നറിയാത്ത ഭയങ്കര ഇന്നസെന്റ് ആയിട്ട്. അപ്പൊ അതും ഇതിലും അങ്ങനെ തന്നെയാണോ? ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞപ്പോ ശരിയായി തോന്നിയില്ലേ? ആ ശരിയാ, എല്ലാത്തിലും ചത്തുവും അല്ലേ? ഒപ്പത്തിലൊന്നും ചത്തു. ശരിയാ, പക്ഷെ ഭയങ്കര ഇന്നസെന്റ് ആയിരിക്കും അല്ലേ? ആ ഒരു ചൈൽഡ്ഹുഡ് ഇന്നസെൻസും ഭയങ്കര ജോളി ജോളി ആയിട്ടുള്ള ക്യാരക്ടർ. സ്കൂൾ ക്യാരക്ടറാണ് എനിക്കൊന്നും ഞാൻ നമ്മൾ ചെയ്തിരിക്കുന്ന ഇപ്പൊ ഇതുവരെ ഉള്ളതെല്ലാം ആ ഒരു ഏജ് ക്യാരക്ടേഴ്സ് ആണല്ലോ. ചിലപ്പോ അതിന്റെയും ഒരു ഇന്നസെൻസ് ഉണ്ടായിരിക്കും. ആ ക്യാരക്ടറുള്ള എല്ലാ കുട്ടികളും ഇന്നസെന്റ് ആണല്ലോ. ഇതും അങ്ങനെ തന്നെയാണ്. ഒരു 15 വയസ്സ് 16 വയസ്സുള്ളൊരു 15-14 വയസ്സുള്ളൊരു കുട്ടിയുടെ ക്യാരക്ടറാണ്. അപ്പൊ കുറച്ചുകൂടെ നമ്മള് ഇപ്പൊ മീനാക്ഷിയുടെ ആ ടീനേജ് ഏജ് അത് റിലേറ്റഡ് ആയ ക്യാരക്ടേഴ്സ് വരുന്നോണ്ട് കുറച്ചുകൂടെ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ റിയൽ ലൈഫും? ഇതുവരെ അങ്ങനെ ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ശരി, വരുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര സീരിയസ് ആയിട്ട് ക്രൈം ഒക്കെ. ഞാൻ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ ഈ കഥയിലാണെങ്കിലും ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ട് സംസാരിക്കണേന്ന് പറഞ്ഞു. അതെ, അപ്പൊ നമ്മുടെ പൊതുവെ ഇപ്പത്തെ കാലത്ത് ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ള ഒരു കാര്യം ഡ്രഗ് അബ്യൂസ്. ഈ അടുത്തുള്ള ന്യൂസ് ഒക്കെ കണ്ടായിരുന്നോ? ഒരു മോൻ അമ്മനെ കൊല്ലുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പൊ ഒരു ടീനേജ് അല്ലെങ്കിൽ യങ്സ്റ്റർ എന്ന നിലയിൽ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇതിന്റെ യൂസും ഫിലിമിലുള്ള അതിന്റെ റെലവൻസ് എല്ലാം. അതെ, എനിക്ക് ആക്ച്വലി അതിനെ പറ്റി പറയാനുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും പറയുന്ന പോലെ തന്നെ, ഏതൊരാളുടെ ചോദിച്ചാലും പറയുന്ന പോലെ തന്നെ അതേ അഭിപ്രായക്കാരിയാണ് ഞാനും. അങ്ങനെ ഇപ്പം എന്താ പറയാ, നമ്മൾ ഒരാളുടെ അടുത്ത് ചെന്നാൽ നിങ്ങളിത് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്നാൽ ഞാൻ ഇത് ചെയ്യാതിരുന്നേക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല ഈ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രൊവൈഡ് ചെയ്യുക, ചെയ്യാതിരിക്കുക. നമ്മുടെ ഈ മൂവിയിൽ ആ ഒരു ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ അതിന്റെ ഒരു റെലവൻസ് ഒന്ന് പറയാവോ? എങ്ങനെയാണ് അതിൽ കാണിക്കുന്നതെന്ന്? ഇതിലും അതിനെപ്പറ്റി ഇപ്പൊ പറയുന്ന പോലെ തന്നെ ഇപ്പൊ അങ്ങനത്തെ ഒരുപാട് കേസസും കാര്യങ്ങളും വരുന്നത് കൊണ്ട് തന്നെ മേ ബി മുമ്പും ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഇപ്പം നമ്മൾ കൂടുതലും അതിനെപ്പറ്റി ഇപ്പം ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് നമ്മളിപ്പോഴാണ് കുറച്ചുകൂടെ ഇവര് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഇപ്പോഴത്തെ കാലത്തായിരുന്നു തോന്നുന്നു കുറച്ചുകൂടെ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഒരുപാട് കേസസും ഒക്കെ വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരു സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്നതാണ് ഇതിലും. പിന്നെ നമ്മൾക്കിപ്പോ മൂവീസിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മള് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അറ്റാക്കിങ് ഭയങ്കര കൂടുതലാണ്. ഏജോ അല്ലെങ്കിൽ ആ ജെൻഡർ ഒന്നും നോക്കാതെ ചുമ്മാ വന്ന് അറ്റാക്ക് ചെയ്യുക, അങ്ങനത്തെ എന്താ പറയാ ക്രിറ്റിസിസം എല്ലാം നേരിട്ടിട്ടുണ്ടോ? ഇല്ല, എനിക്കിതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളത്. അപ്പോൾ അങ്ങനെ എന്തായാലും റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്? അതോ നമ്മള് ഇല്ല പോട്ടെ അതിൽ നമ്മൾ നോക്കണ്ട അങ്ങനെ? ഇപ്പം ഒരാള് നമ്മളടുത്ത് ഒരു അഭിപ്രായം പറയാണ്. ഇപ്പം ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ചെയ്തത് അത്ര ശരിയായില്ലാട്ടോ എന്ന് പറഞ്ഞാൽ ഞാനത് ഉറപ്പായിട്ടും എടുക്കും. ആണോ നമുക്ക് അടുത്തതില് കുറച്ചുകൂടെ ശരിയാക്കാം, മെച്ചപ്പെടുത്തിയെടുക്കാം എന്നുള്ളത് പറയാം. അല്ലാതെ ഇപ്പം എന്താ പറയാ, മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതിനോടോ നമ്മളെ അങ്ങനെ മോശമായി ക്രിട്ടിസൈസ് ചെയ്യുന്നതിനോടോ എനിക്ക് താല്പര്യമില്ല. നന്നായിട്ടൊരു കാര്യം പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യം ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിനാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ സംസാരത്തിനാണെങ്കിലോ മോള് കുറച്ചുകൂടെ അങ്ങനെ സംസാരിക്കാട്ടോ എന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അല്ലാത്ത പക്ഷം മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതിനോടോ അല്ലെങ്കിൽ ഇപ്പം പൊതുവേ നമ്മൾ കാണാമല്ലോ ഇപ്പൊ ഇങ്ങനെ കമന്റ്സ് വരുമ്പോഴൊക്കെ അങ്ങനെ മോശമായിട്ട് അബ്യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അല്ലാതെ നല്ല രീതിക്ക് പറയുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. അപ്പൊ അവരെയൊക്കെ സന്തോഷം, ഇഷ്ടമാണ്.